ബഹുമാനപ്പെട്ട പഴയട നമ്പൂതിരിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം പരിപൂർണമായിട്ടും തെറ്റാണ്. കാര്യം കഴിഞ്ഞ 4-5 വർഷമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ നിലയ്ക്ക് അറബികൾ അവരുടെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. പൊതുവെ എല്ലാ ഭക്ഷണങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ അവർ വീട്ടിൽ കൊറിയൻ ഫുഡ് ഉണ്ടാക്കും, ഫിലിപ്പീനി ഫുഡ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടാക്കും. അവരുടെ ട്രഡീഷണൽ ഫുഡും ഉണ്ടാക്കും. നമുക്ക് അത് സ്നേഹത്തോടെ കൊണ്ടുതരികയും ചെയ്യും, നമ്മളത് കഴിക്കുകയും ചെയ്യും. അത് ചിലർ കഴിക്കാറില്ല. വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കൂടുതലും വരാറ്. അതിൽ മീറ്റും ഉണ്ടാവും, ഇറച്ചിയും ഉണ്ടാവും. പഴയട നമ്പൂതിരി വെറും സാധാ ചോറും പിന്നെ തോരനും കിച്ചടിയും ചമ്മന്തിയും സാമ്പാറും മാത്രം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും ഈ ഫുഡ് മാത്രമാണ് ശരി എന്നുള്ള തോന്നൽ വന്നു പോയത്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണിത്. അതായത് ഈ മുന്തിരിയുടെ ഇല കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ സലോണ, അതുപോലെ മർഗൂഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതായത് സ്ഥിരമായിട്ട് കഴിക്കും. അല്ലെങ്കിൽ ചുമ്മാ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം കഴിക്കുന്നതല്ല അത്. പിന്നെ അവർ മീറ്റ് കഴിക്കും, അതിൻ്റെ കൂടെ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കും. ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊരു വിചാരമുണ്ട്, അറബികൾ വെറും ഇറച്ചി മാത്രം കഴിക്കുന്നവരാണ്, ആട് മാത്രം തിന്നുന്നവരാണ്, അല്ലെങ്കിൽ ബീഫ് മാത്രം കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി മാത്രം കഴിക്കുന്നവരാണ്. ഇത് കംപ്ലീറ്റ് ഒരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ മാറും. നിങ്ങൾ ഓൺലൈനിൽ കുത്തിരുന്ന് എന്തെങ്കിലും പറയുന്നത് പോലെയല്ല ഇവിടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചുമ്മാ എന്തെങ്കിലും ഒന്ന് അറിയാതെ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ശരിയല്ല.